ഫസ്റ്റ് സെഷൻ ഓഫ് ലക്ഷ്യ. ബേസിക്കലി ലക്ഷ്യ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ ഈ ലക്ഷ്യയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൺസെപ്ഷ്യലായിട്ടുള്ള ചില വീഡിയോസും, പിന്നെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ചില നിമോണിക്സും ഡ്രോയിങ് ലെസൺസും, പിന്നെ അതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചില മോക്ക് ടെസ്റ്റുകളുമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ വാസ്റ്റായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ലോക്ക്ഡൗണും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനുള്ള മൂഡൊക്കെ പോയി എല്ലാവരും നല്ല ഉഴപ്പിയിരിക്കുമെന്ന് പറയും. അപ്പോഴാണ് ഈ ലേണിങ്ങിനെ കുറിച്ചൊരു തോട്ട് വരുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങ് പഠിത്തത്തിൻ്റെ ട്രാക്കിൽ നിന്ന് പോവാതെ ഇവിടെ നിന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എന്തിൽ നിന്ന് തുടങ്ങാമെന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ചധികം കുട്ടികൾക്കും ടഫായിട്ടുള്ള അനാറ്റമിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു മിക്ക കോളേജിലും ഓൺഗോയിങ് ആയി പോകുന്നത് അബ്ഡോമനാണ്. നമുക്ക് ആദ്യം അനാറ്റമിയിൽ അബ്ഡോമനം തന്നെ തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യത്തെ ടോപ്പിക്കായ ഇൻക്വൈനൽ കനാലിലേക്ക് പോകാം. അതിനു മുമ്പ് അവിടുന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻക്വൈനൽ കനാൽ ആസ് സച്ച് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമ്മളെക്കാളൊക്കെ പാറ്റേണിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ആദ്യം വരുന്ന 15 മാർക്കിൻ്റെ എസ്സേ ഒരു ക്ലിനിക്കൽ സിനേറിയോ കണക്ട് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇൻക്വൈനൽ കനാലിൽ നിന്ന് ഇൻക്വൈനൽ ഹെർണിയ കണക്ട് ചെയ്തിട്ടായിരിക്കും എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ അതിൽ ബൗണ്ടറീസ്, കണ്ടൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ആണ് സ്പെർമാറ്റിക് കോഡ്. അതൊരു ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. ചോദിച്ച കണ്ടൻസ്, കവറിങ്സ് ഒക്കെ എഴുതണം. പിന്നെ അനാറ്റമി ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ കൂടുതലും ഡയഗ്രംസ് ഉൾപ്പെടുത്തി എഴുതാൻ നോക്കുക. കാര്യം ഡയഗ്രംസ് ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് കൂടുതൽ മെമ്മറൈസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ മാർക്കും സ്കോർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കാണും. അതിനുവേണ്ടി നമ്മുടെ ആ മോക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഇൻക്വൈനൽ കനാൽ. Inguinal canal, it is a 4 cm long intermuscular passage that extends from the deep inguinal ring to superficial inguinal ring. ഇനി നമുക്ക് ഈ ഡീപ്പ് ഇൻക്വൈനൽ റിങ്ങും സൂപ്പർഫിഷ്യൽ ഇൻക്വൈനൽ റിങ്ങും എന്താന്ന് നോക്കാം. ഡീപ്പ് ഇൻക്വൈനൽ റിംഗ് ഇറ്റ് ഇസ് എൻ ഓവൽ ഓപ്പണിംഗ് ഇൻ ദ ഫേഷ്യ ട്രാൻസോസാലസ്. ഈ ഫേഷ്യ ട്രാൻസോസാലസ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇറ്റ് ഇസ് എ ലെയർ ഇൻ ദ ആൻറ്റീരിയർ അബ്ഡോമിനൽ വാൾ. സൂപ്പർഫിഷ്യൽ ഇൻക്വൈനൽ റിംഗ് എന്ന് പറയുന്നത് it is a triangular opening in the external oblique aponeurosis. ഇനി നമുക്ക് ഈ ഡീപ്പ് ഇൻക്വൈനൽ റിങ്ങിൻ്റെയും സൂപ്പർഫിഷ്യൽ ഇൻക്വൈനൽ റിങ്ങിൻ്റെയും ലൊക്കേഷൻ നോക്കാം. ഡീപ്പ് ഇൻക്വൈനൽ റിംഗ് ഈസ് ലൊക്കേറ്റഡ് 1.25 cm above the മിഡ് ഇൻക്വൈനൽ പോയിന്റ്. അപ്പോൾ ഈ മിഡ് ഇൻക്വൈനൽ പോയിന്റും മിഡ് പോയിന്റ് ഓഫ് ഇൻക്വൈനൽ ലിഗമെൻറ്റും രണ്ട് കൺഫ്യൂസിങ് ടേംസ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. മിഡ് ഇൻക്വൈനൽ പോയിന്റ് എന്ന് പറയുന്നത് midpoint of the line joining anterior superior iliac spine and pubic symphysis, whereas midpoint of inguinal ligament എന്ന് പറയുന്നത് midpoint of the line joining anterior superior iliac spine and pubic tubercle. Superficial inguinal ring is located above and just lateral to the pubic tubercle. ഇനി നമുക്ക് ഇൻക്വൈനൽ കനാലിൻ്റെ ബൗണ്ടറീസ് നോക്കാം. അപ്പോൾ ആൻറ്റീരിയർ വോൾ ഉണ്ട്, പോസ്റ്റീരിയർ വോൾ, സുപ്പീരിയർ വോൾ അല്ലെങ്കിൽ റൂഫ്, ഇൻഫീരിയർ വോൾ അല്ലെങ്കിൽ ഫ്ലോർ. ആൻറ്റീരിയർ വോളിൽ സ്കിൻ, സൂപ്പർഫിഷ്യൽ ഫേഷ്യ, എക്സ്റ്റേണൽ ഒബ്ലിക് മസിൽ, ഹോൾ എക്സ്റ്റേണലുണ്ട്. ഇൻറ്റേർണൽ ഒബ്ലിക് മസിൽ ലാറ്ററൽ 1/3. അത് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് ക്ലിയർ ആണ് അല്ലേ. ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസ് മസിൽ ഇവിടെ ഉണ്ടെങ്കിലും പക്ഷേ ആൻറ്റീരിയർ വോൾ ഫോം ചെയ്യുന്നില്ല. ഈ ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസ് മസിലും ഇൻറ്റേർണൽ ഒബ്ലിക് മസിലും കൂടി ചേർന്ന് ആർച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ റൂഫ് ഫോം ചെയ്യുന്നത്. അപ്പോൾ റൂഫ് അല്ലെങ്കിൽ സുപ്പീരിയർ വാൾ ഇസ് ഫോം ബൈ ദ ആർച്ചിങ് ഫൈബേഴ്സ് ഓഫ് ഇൻറ്റേർണൽ ഒബ്ലിക് ആൻഡ് ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസ് മസിൽ. ഈ ഇൻറ്റേർണൽ ഒബ്ലിക്കും ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസും കൂടി ചേർന്ന് പിന്നെ കൺജോയിൻറ്റ് ടെൻഡൻ ഫോം ചെയ്യും. അതാണ് പോസ്റ്റീരിയർ വാളിൻ്റെ മീഡിയൽ 2/3 ഫോം ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റീരിയർ വാൾ ഇസ് ഫോം ബൈ ഫേഷ്യ ട്രാൻസോസാലസ് ഇൻ ദി ഹോൾ എക്സ്റ്റെൻറ്റ്. പിന്നെ ഈ കൺജോയിൻറ്റ് ടെൻഡൻ മീഡിയൽ 2/3 പിന്നെ റിഫ്ലക്റ്റഡ് പാർട്ട് ഓഫ് ഇൻക്വൈനൽ ലിഗമെൻറ്റ് മീഡിയൽ മോസ്റ്റ് പാർട്ടിലും. ഇനി ഇൻഫീരിയർ വാൾ അല്ലെങ്കിൽ ഫ്ലോർ ഇറ്റ് ഈസ് ഫോം ബൈ ദ അപ്പർ സർഫസ് ഓഫ് ഇൻക്വൈനൽ ലിഗമെൻറ്റ് ആൻഡ് ദി ലാക്യുണൽ ലിഗമെൻറ്റ്. ബൗണ്ടറീസ് ഒന്നുകൂടെ പറയാം. ആൻറ്റീരിയർ വാളിൽ സ്കിൻ, സൂപ്പർഫിഷ്യൽ ഫേഷ്യ,
എക്സ്റ്റേണൽ ഒബ്ലിക് അപ്പോന്യൂറോസിസ്, ഇത്രയും ഹോൾ എക്സ്റ്റെൻഡിൽ. പിന്നെ ലാറ്ററൽ 1/3 ഇന്റേണൽ ഒബ്ലിക് മസിൽ ഫൈബേഴ്സ്, അതും വോള് ഫോം ചെയ്യാത്ത ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസ് മസിലും കൂടെ ചേർന്ന് ആർച്ച് ചെയ്ത് റൂഫ് ഫോം ചെയ്യും. പിന്നെ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൺജോയിൻ ടെൻഡൻ ഫോം ചെയ്ത് പോസ്റ്റീരിയർ വോളിൻ്റെ മീഡിയൽ 2/3 ഫോം ചെയ്യും. അപ്പം പോസ്റ്റീരിയർ വോളിൻ്റെ ഹോൾ എക്സ്റ്റെൻഡിൽ ഫേഷ്യ ട്രാൻസ്വേഴ്സാലിസ് ഉണ്ട്. പിന്നെ ഈ കൺജോയിൻ ടെൻഡൻ മീഡിയൽ 2/3 ഉണ്ട്. പിന്നെ മീഡിയൽ മൂസ് പാർട്ടിൽ ഇൻക്വൈനൽ ലിഗമെന്റിന്റെ ഒരു റിഫ്ലക്റ്റഡ് പാർട്ടും ഉണ്ട്. ഇനി ഫ്ലോർ ഫോം ചെയ്യുന്നത് ഇൻക്വൈനൽ ലിഗമെന്റിന്റെ തന്നെ ഗ്രൂഡ് അപ്പർ സർഫസും പിന്നെ ലാക്കുനൽ ലിഗമെന്റ് മീഡിയൽ മൂസിൽ. ഇനി ഈ ബൗണ്ടറീസ് ഓർക്കാൻ ഒരു നിമോണിക് ഉണ്ട്, അത് മാൾട്ട്, MALT. എം എന്ന് പറയുന്നത് സുപ്പീരിയർ വാൾ ഫോം ചെയ്യുന്ന 2 മസിൽസ്, അതായത് ഇന്റേണൽ ഒബ്ലിക് മസിൽ ഫൈബേഴ്സും ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസ് മസിലും. എ എന്ന് പറയുന്നത് ആന്റീരിയർ വാൾ ഫോം ചെയ്യുന്നത് എക്സ്റ്റേണൽ ഒബ്ലിക് അപ്പോന്യൂറോസിസും പിന്നെ ഇന്റേണൽ ഒബ്ലിക് മസിൽ ഫൈബേഴ്സും. എല്ല് നമ്മുടെ ഫ്ലോർ ഫോം ചെയ്യുന്ന ഇൻക്വൈനൽ ലിഗമെന്റും അതുപോലെ തന്നെ ലാക്കുനർ ലിഗമെന്റും. T ഫോർ പോസ്റ്റീരിയർ വാൾ ഫോം ചെയ്യുന്ന കൺജോയിൻ ടെൻഡനും ഫേഷ്യ ട്രാൻസ്വേഴ്സാലിസും. ഇനി കണ്ടൻസ് ഓഫ് ഇൻക്വൈനൽ കനാൽ നോക്കാം. അപ്പോൾ ഇൻക്വൈനൽ കനാലിൻ്റെ കണ്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഡീപ്പ് ഇൻക്വൈനൽ റിങ്ങിൽ കൂടെ കയറി ഇൻക്വൈനൽ കനാലിൽ എത്തുന്നതാണ്. പക്ഷേ കണ്ടൻ്റായ ഇലിയോ ഇൻക്വൈനൽ നെർവ് അങ്ങനെയല്ല വരുന്നത്. ദാറ്റ് ഈസ് all except ilioinguinal nerve enters the canal from the deep inguinal ring. Ilioinguinal nerve എൻ്റർ ചെയ്യുന്നത് ഇന്റേണൽ ഒബ്ലിക് മസിലിൻ്റെയും എക്സ്റ്റേണൽ ഒബ്ലിക്കിൻ്റെയും ഇടയിലുള്ളൊരു സ്ലിറ്റ് വഴിയാണ്. Therefore, ilioinguinal nerve is known as pseudo content of the inguinal canal. കണ്ടൻസ് നോക്കുമ്പോൾ മെയിലിലുള്ളത് സ്പെർമാറ്റിക് കോഡ് ആൻഡ് ഇലിയോഇൻക്വൈനൽ നെർവ്, ഫീമെയിൽസിൽ റൗണ്ട് ലിഗമെന്റ് ഓഫ് യൂട്രസും ഇലിയോഇൻക്വൈനൽ നെർവും. ഇൻക്വൈനൽ കനാലിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് ആണ് സ്പെർമാറ്റിക് കോഡ്. നമുക്കിനി അത് നോക്കാം. സ്പെർമാറ്റിക് കോഡ് പറയുമ്പോൾ അതിന് 3 കവറിങ്സ് ആണ് ഉള്ളത്, അതായത് ഫ്രം സൂപ്പർഫിഷ്യൽ ടു ഡീപ്പ്, എക്സ്റ്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ, ക്രമാസ്തെറിക് ഫേഷ്യ ആൻഡ് ഇന്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ. External spermatic fascia is derived from the external oblique aponeurosis. Cremasteric fascia is derived from the internal oblique muscle, and internal spermatic fascia is derived from the fascia transversalis. ഇനി കണ്ടൻസ് ഓഫ് സ്പെർമാറ്റിക് കോഡ് നോക്കാം. മെയിൻ ആയിട്ടുള്ള കണ്ടൻസ് ഡക്ടസ് ഡിഫൻസ്, പിന്നെ 3 ആർട്ടറീസ് ഉണ്ട്, ടെസ്റ്റിക്കുലർ ആർട്ടറി, ക്രമാസ്തെറിക് ആർട്ടറി ആൻഡ് ആർട്ടറി ടു ഡക്ടസ് ഡിഫൻസ്. പിന്നെ പാമ്പനിഫോം പ്ലെക്സസ് ഓഫ് വെയിൻസ് ഉണ്ട്, ജെനൈറ്റൽ ബ്രാഞ്ച് ഓഫ് ജെനൈറ്റൽ ഫെമറൽ നെർവ് ഉണ്ട്, പിന്നെ കുറച്ച് ലിംഫാറ്റിക്സും. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കായ ഇൻക്വൈനൽ ഹെർണിയയിലേക്ക് പോകാം. വാട്ട് ഈസ് ഹെർണിയ? ഹെർണിയ മീൻസ് ഇറ്റ് ഈസ് എ പ്രൊട്രൂഷൻ ഓഫ് എ വെസറ ആസ് എ ഹോൾ ഓർ എ പാർട്ട് ഓഫ് ഇറ്റ് ത്രൂ ദ വാൾ കണ്ടെയ്ൻഡ്. അതായത് ഏതൊരു വിസറയും കവർ ചെയ്തൊരു വോൾ കാണും. ആ വോളിൽ കൂടെ ആ വിസറയുടെ പ്രൊട്രൂഷൻ ആസ് എ ഹോൾ ആകാം, അല്ലെങ്കിൽ ആ പാർട്ട് ഓഫ് ഇറ്റ് ആകാം. അതാണ് ഹെർണിയ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെർണിയ ഉണ്ട്. ഫെമറൽ ഹെർണിയ, ഇൻക്വൈനൽ ഹെർണിയ, അങ്ങനെ ഒത്തിരി ടൈപ്സ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻക്വൈനൽ ഹെർണിയ ആണ്. ഇൻക്വൈനൽ ഹെർണിയ മെയിൻലി 2 ടൈപ്പാണ് ഉള്ളത്, ഇൻഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ ആൻഡ് ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ. അനാറ്റമിക്കലി inferior epigastric artery is used to define type of hernia. അതായത് ഇൻഫീരിയർ എപ്പിഗാസ്ട്രിക് ആർട്ടറിയുടെ ലാറ്ററലി കൂടാണോ മീഡിയലി കൂടാണോ പ്രൊട്രൂഷൻ അല്ലെങ്കിൽ ഹെർണിയ ഉണ്ടാവുന്നത് എന്നനുസരിച്ചാണ് ഇൻഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയാണോ ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയാണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കിനി ഓരോ ടൈപ്പ് ഹെർണിയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. In indirect inguinal hernia, protrusion occurs through the deep inguinal ring. അതായത് ഇൻഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയയിൽ ലൂപ്സ് ഓഫ് ഇൻറ്റസ്റ്റൈൻ ഇൻക്വൈനൽ കനാലിൽ എൻ്റർ ചെയ്യുന്നത് ഡീപ്പ് ഇൻക്വൈനൽ റിങ് വഴിയാണ്. ഈ ഇൻഡയറക്റ്റ് ടൈപ്പ് കോമൺലി കാണുന്നത് ചിൽഡ്രനിലും യങ് അഡൽട്സിലുമാണ്. ഇനി ഈ ഇൻഡയറക്റ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, കൺജനിറ്റലും അക്വയർഡും. Congenital indirect inguinal hernia is due to patent processus vaginalis. Processus vaginalis എന്ന് പറയുന്നത് പെരിട്ടോണിയത്തിൻ്റെ ഒരു ഫോൾഡാണ്, which later formed the tunica vaginalis, which is a covering of the testis. അപ്പോൾ അത് പേറ്റൻ്റായി നിൽക്കുന്നത് കൊണ്ടാണ് കൺജനിറ്റൽ ഇൻഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ ഉണ്ടാവുന്നത്.
ഇനി അക്വയർഡ് ഇൻഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ ഉണ്ടാകുന്നത് അബ്ഡോമിനൽ പ്രഷർ കൂടുമ്പോഴാണ്, വിച്ച് ഇസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ. ഇത് കാണുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ, ക്രോണിക് ബ്രോങ്കൈറ്റിസിലൊക്കെ. ഇപ്പോൾ ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ ഭയങ്കരമായിട്ട് കഫ് ചെയ്യുമ്പോൾ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടും. അങ്ങനെ അക്വയർഡ് ഇൻഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ ഉണ്ടാവും. ഇനി നമുക്ക് ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ നോക്കാം. ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ occurs by pushing the posterior wall of the inguinal canal forwards. അതായത് ഇവിടെ പ്രൊട്രൂഷൻ സംഭവിക്കുന്നത് അബ്ഡോമിനൽ വിസ്ര ഡീപ്പ് ഇൻക്വൈനൽ റിങ്ങിലൂടെ കയറി ഇൻക്വൈനൽ കനാലിൽ എത്തുന്നതുകൊണ്ടല്ല, പകരം ഇൻക്വൈനൽ കനാലിൻ്റെ പോസ്റ്റീരിയർ വോളായ കൺജോയിൻറ്റ് ടെൻഡനെയും ഫേഷ്യ ട്രാൻസ്വേഴ്സാലിസിനെയും പുഷ് ചെയ്തുകൊണ്ടാണ്. ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ അബ്ഡോമിനൽ മസിൽസ് വീക്ക് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയാസ് ആർ മോർ കോമൺ ഇൻ ദ എൽഡർലി. ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയയും രണ്ട് ടൈപ്പ് ഉണ്ട്: മീഡിയൽ ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ ആൻഡ് ലാറ്ററൽ ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ. അതായത് ഒബ്ലിറ്ററേറ്റഡ് അമ്പലിക്കൽ ആർട്ടറിയുടെ മീഡിയലി കൂടാണോ ലാറ്ററലി കൂടെയാണോ പ്രൊട്രൂഷൻ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഒബ്ലിറ്ററേറ്റഡ് അമ്പലിക്കൽ ആർട്ടറിയുടെ മീഡിയലി വരുന്ന പ്രൊട്രൂഷനാണ് മീഡിയൽ ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ. ഒബ്ലിറ്ററേറ്റഡ് അമ്പലിക്കൽ ആർട്ടറിയുടെ ലാറ്ററലി വരുന്ന പ്രൊട്രൂഷൻ ലാറ്ററൽ ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ. ഇനി നമുക്ക് ഡയറക്റ്റും ഇൻഡയറക്റ്റ് ഹെർണിയയുടെ കവറിങ്സ് നോക്കാം. കവറിങ്സ് ഓഫ് ഇൻഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ, അത് നമ്മുടെ സ്പെർമാറ്റിക് കോഡിൻ്റെ കവറിങ്സുമായിട്ട് സെയിം ആണ്, പ്ലസ് ഒരു എക്സ്ട്രാ പെരിറ്റോണിയൽ ടിഷ്യൂ വരും. കവറിങ്സ് ഓഫ് ഇൻഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ നോക്കിയാൽ ഫ്രം ഡീപ്പ് ടു സൂപ്പർഫിഷ്യൽ, എക്സ്ട്രാ പെരിറ്റോണിയൽ ടിഷ്യൂ, ഇന്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ, ക്രമാസ്തെറിക് ഫേഷ്യ ആൻഡ് എക്സ്റ്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ, പിന്നെ സ്കിൻ. ഈ കവറിങ്സ് ഓഫ് ലാറ്ററൽ ഡയറക്റ്റ് ഇൻക്വൈനൽ ഹെർണിയ നോക്കിയാൽ ഫ്രം ഡീപ്പ് ടു സൂപ്പർഫിഷ്യൽ, എക്സ്ട്രാ പെരിറ്റോണിയൽ ടിഷ്യൂ, ഫേഷ്യ ട്രാൻസ്വേഴ്സാലിസ്, ക്രമാസ്തെറിക് ഫേഷ്യ, external spermatic fascia and skin. Coverings of medial direct inguinal hernia നോക്കിയാൽ extraperitoneal tissue, fascia transversalis, conjoint tendon, external spermatic fascia and skin. Now we have completed almost all the points in this topic. I hope this is a useful video for all of you, and also we are planning to conduct a mock test soon on this topic, so everyone should try to attend that, and you can also share your feedbacks through the comment section. Thank you.